ഹായ് വെൽക്കം ബാക്ക്. വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ബുക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത്. ഈ ബുക്സ് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പലപ്പോഴായിട്ട് പലരുടെയും റീലിലും സ്റ്റോറീസിലൊക്കെ കണ്ടിട്ട് അങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ല റിവ്യൂ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ആമസോൺ ത്രൂ ഓർഡർ ചെയ്തതാണ്. ഞാനിതിൽ ഒരെണ്ണം വായിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സെറം, ഇതൊരു ഫ്രിഡ്ജ് കൺട്രോൾ സെറമാണ്. ട്രൈ ചെയ്തിട്ട് പറയാം. പിന്നെ ഈ ഒരു ഐ പെൻസിൽ. പിന്നെ നെക്സ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സാധനം ഈ ഒരു സാധനമാണ്. ഇതൊരു ഹെയർ റിമൂവറാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അപ്പർ ലിപ്സും അങ്ങനെ ചെറിയ ഹെയർസൊക്കെ അൺവാണ്ടഡ് ഹെയർസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് ഞാൻ ഓൺലൈൻ ത്രൂ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ സാധനങ്ങൾ. പിന്നെ കുറച്ച് ഉണ്ണിയപ്പം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ നവംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് എടുത്ത വീഡിയോസാണ്. വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. 2 തവണയായി ഞാനിങ്ങനെ ചെയ്യുന്നു. തലേദിവസം കുറച്ച് കപ്പ വാങ്ങിക്കും, അത് വേവിക്കും. പിന്നെ ഞാൻ ഇവിടെ താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടുന്ന് നമ്മുടെ നാടൻ ബീഫ് കറി വാങ്ങിക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. കുറച്ച് തേങ്ങാപ്പാലും ചേർക്കും, കുറച്ച് തേങ്ങയൊന്ന് ചതച്ചിട്ടും ചേർക്കും. എന്നിട്ട് അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. ഞങ്ങളുടെ അവിടെ പൂളക്കറി എന്നാണ് കേട്ടോ പറയുക. അപ്പം ഞാനിത് ഒരു തവണ വാങ്ങിച്ച് നോക്കിയപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മുടെ ചെറിയ മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഇതാകുമ്പം നമുക്ക് എന്താ പറയുക, വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം അങ്ങനെ താഴെ നിന്നൊരു കറി വാങ്ങിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു നെക്സ്റ്റ് വീക്കും കൂടി ഇതന്നെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ക്ലീനിങ് ഉണ്ട്. നമുക്ക് ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മാറ്റണം. അതിന് മുന്നേ തന്നെ കുറേ അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഓരോ എന്താ പറയുക, ഡ്രസ്സസ് ഓരോന്നായിട്ടും നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊക്കെ വെക്കണം. അങ്ങനെ ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് കബേർഡിൽ കൊണ്ടുപോയി വെക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. മുൻപ് ഷോള് ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് വെക്കാറ്. ഇപ്പം ഞാനത് ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ഡ്രോവറിൽ വെക്കും. ഹാങ് ചെയ്തിട്ടും വെക്കാറുണ്ട്. അത് നമ്മൾ ഡെയിലി ഇടുന്ന ഷോൾസ്. അതല്ലാത്തത് ഇതുപോലെ ഞാനിങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെക്കാറ്. കിഡ്സിൻ്റെ ഡ്രസ്സും ഞാനിതുപോലെ ഹാങ് ചെയ്തിട്ടാണ് വെക്കാറ്. പിന്നെ അവരുടെ ഡെയിലി വെയർ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കും. ബാക്കി എല്ലാ ഡ്രസ്സസും ഇതുപോലെ ഹാങ് ചെയ്തിട്ടാണ് വെക്കാറ്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് ബെഡൊക്കെ ഒന്ന് ഡസ്റ്റൊക്കെ ചെയ്ത് വരുമ്പം എന്തായാലും കുറച്ച് ഹെയർസൊക്കെ ഉണ്ടാകും. നല്ല ഹെയർ ഫോളാണ്. അപ്പം ഞാനിത് ഐക്കയുടെ ഒരു ലിൻ റോളർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കും. വാക്കപ്പിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുക്കാം. ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ എപ്പോഴും തേഴ്സ്ഡേയ്സിലാണ് ചേഞ്ച് ചെയ്യാറ്. ഇത് ഇത്തവണ ലോണ്ടറിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പം ഞാൻ ഫ്രൈഡേ ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങനെ പ്രിൻസ് ഉള്ള ബെഡ്ഷീറ്റ്സും ഫിറ്റഡ് ഷീറ്റ്സൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ ഫുള്ള് സിംഗിൾ കളേഴ്സാണ് യൂസ് ചെയ്യാറ്. പണ്ട് പ്രിൻസൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ചെറിയ പ്രിൻസും ചെറിയ ഫ്ലോറൽ പ്രിൻസൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അതല്ലാതെ വലിയ പ്രിൻസുള്ള ബെഡ്ഷീറ്റ്സ് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി നമുക്കിതാ ഇതൊരു എയർ ഫ്രഷ്നർ പോലെയുള്ളതാണ്. സ്പ്രേ ചെയ്യുന്നതാണ്. പാൻഹോമിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇത് ക്ലോത്തിലും കേർട്ടനിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ക്യാൻഡിൽസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ നമ്മുടെ അവൻ്റെ മുകളിലുള്ള ഈ ഒരു ക്ലോത്തൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എനിക്ക് ലാസ്റ്റ് വീക്ക് ഞാൻ ഹോം സെൻറ്ററിൽ പോയപ്പം ഹോം സെൻറ്ററിൽ ഇപ്പോൾ സെയിലുണ്ട്. അപ്പം അവിടുന്ന് എനിക്ക് കുറച്ച് 2 ട്വിൻ
ഒരു സിംഗിൾ പാക്കിൽ 2 ഉള്ള ഇതുപോലെയുള്ള ഷീറ്റ് കിട്ടി. അപ്പം ഒരെണ്ണം ഇതുപോലെ വലിയ പ്രിൻസാണ്, ഒരെണ്ണം സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആ സിമ്പിളായിട്ടുള്ള പ്രിൻ്റ് ഉള്ളത് അവൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു കോട്ടൻ്റെ കിച്ചൺ ടവലാണ്. ഇതിൻ്റെ സൈഡ്സിലായിട്ട് 2 ടാസൽസ് ഒക്കെ ഉണ്ട് ഒരു സൈഡിൽ. പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേക്ക് സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രഷൊക്കെ ആയി. അത് കഴിഞ്ഞ ശേഷം വാഷ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എല്ലാ തവണയും വാഷ്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഈ എന്താ പറയുക, ഈ ഹോൾഡേഴ്സ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ബാൽക്കണിയിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ഔട്ട് ചെയ്തിട്ടെടുക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേ വാഷ്റൂമിൽ വെക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു വീക്ക്ലി ഞാനൊരു 2-3 ടൈം ഞാൻ പുറത്ത് എന്താ പറയുക, വിൻഡോൻ്റെ സൈഡിൽ സൺലൈറ്റ് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്ന ഭാഗത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ വാഷ്റൂമിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ പകൽ കുറച്ച് കുറവായിരിക്കും. എളുപ്പം തന്നെ നമുക്ക് ഈവനിങ് മഗ്രിബിൻ്റെ സമയമാകും. നിങ്ങൾ ഇങ്ങനെ പണികളെല്ലാം തീർന്നു കഴിഞ്ഞ് ഒരു മൂടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കും. അപ്പോൾ അത് നമ്മുടെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിന്നർ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇത് ഹുമ്മസ് വിത്ത് മീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ ഹുമ്മസ് ഒന്നും കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അതും പിസ്സ ബ്രെഡും കൂടെ ആയിരുന്നു ഡിന്നർ. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നഴ്സറിയിൽ. മോർണിംഗ് തന്നെയായിരുന്നു പോയത്. ഞാൻ എല്ലാ തവണയും ഇയർലി വൺസ് അവിടെ പോകാറുണ്ട്. അവിടുന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ഇതുവരെ വലിയ പ്രശ്നങ്ങളില്ല. ചില പ്ലാന്റ്സ് ഇങ്ങനെ കേടുവന്ന് പോകാറുണ്ട്, ചിലത് കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പോയിരുന്ന സമയത്ത് അത്യാവശ്യം പ്ലാന്റ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീക്കിൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നെക്സ്റ്റ് വീക്കാണ് പോയത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയാൽ മതി. ചില സമയത്ത് അവിടെ പ്ലാന്റ്സ് കുറവായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ പോയപ്പോൾ അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ 180യുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ, ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഞാൻ ഇത്തവണ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പെറ്റൂണിയെ നോക്കി. പെറ്റൂണിയൊന്നും ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് 2 ഇൻഡോർ പ്ലാന്റ്സ് എടുത്തു. ഇവിടെ ഞാൻ റോസിൻ്റെ ചെടി ആദ്യമായിട്ടാണ് UAE നിന്ന് വാങ്ങിക്കുന്നത്. ബാക്കി മുല്ലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം എളുപ്പം തന്നെ കേടുവന്ന് പോയി. പിന്നെ ഞാൻ അതൊന്നും പിന്നെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ റോസ് എപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പ്ലാന്റിന് 5 ദിറം മറ്റുണ്ടായിരുന്നുള്ളൂ ഒരു പ്ലാന്റിന്. അപ്പോൾ അത് വാങ്ങിച്ചു. ഇത് 2 ഇവർ ഇൻഡോറിനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻഡോറിൻ്റെ സെക്ഷനിലും ആയിരുന്നു. ഞാൻ പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഔട്ട്ഡോറിലാണ് വെച്ചത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം എനിക്ക് കുറച്ച് പെറ്റൂണിയ വേണമായിരുന്നു. അത് പുറത്തുനിന്നുള്ള നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെടി വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.